യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞ എല്ലാ പരിധികളും അവഗണിച്ച് റാഫ അധിനിവേശവുമായി മുന്നോട്ടു പോകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. തന്റെ സൈനിക നടപടികളുടെ ഭാഗമായി റാഫയിൽ ആക്രമണം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. എല്ലാ പരിധികളും കടന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമെന്നും ഇനി ഒക്ടോബർ 7 നടന്നതുപോലുള്ള സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ലെന്നും അതിന് അനുവദിക്കുകയില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇസ്രായേൽ പൗരന്മാർക്കെതിരെ ഒക്ടോബർ 7 ഹമാസിന്റെ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. കൂടാതെ ഹമാസിനെതിരായ ഇസ്രായേൽ യുദ്ധവുമായി മുന്നോട്ടു പോകുന്നതിന് നിരവധി അറബ് രാജ്യങ്ങളുടെ നിശബ്ദ പിന്തുണയും തനിക്ക് ലഭിച്ചതായി നെതന്യാഹു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹമാസ് ഇറാന്റെ ഭീകര അച്ചുതണ്ടിന്റെ ഭാഗമാണെന്ന് അവർക്കറിയാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം 6 ആഴ്ചയ്ക്കുള്ളിൽ ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിച്ചേക്കാനുള്ള സാധ്യതയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏപ്രിൽ മാസം അവസാനത്തോടെ യുദ്ധം അവസാനിച്ചേക്കുമെന്നാണ് സൂചന. അതേസമയം ഹമാസിന്റെ ഭീകരവാദ ബറ്റാലിയനുകളിൽ 18 നശിപ്പിച്ചുവെന്നും അവശേഷിക്കുന്ന 6 യൂണിറ്റുകളിൽ 4 റാഫയിലാണെന്നും നെതന്യാഹു അവകാശപ്പെടുന്നുണ്ട്. 1.5 ദശലക്ഷത്തിലധികം മനുഷ്യർ അഭയാർത്ഥികളായി തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് റാഫ. എന്നാൽ ജനലക്ഷങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലി ബോംബാക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പലരും മുന്നറിയിപ്പ് നൽകുന്നത്. കൂടാതെ ഇസ്രായേലിന്റെ വലതുപക്ഷ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോടുള്ള ഭിന്നത ബൈഡൻ കഴിഞ്ഞ ദിവസം ഊന്നിപ്പറഞ്ഞതാണ്. നടപടികളുടെ അനന്തരഫലമായി നഷ്ടപ്പെടുന്ന നിരപരാധികളുടെ ജീവനിൽ ഇസ്രായേൽ നേതാവ് കൂടുതൽ ശ്രദ്ധ നൽകണം എന്നും ബൈഡൻ വ്യക്തമാക്കുകയുണ്ടായി. നെതന്യാഹു ഇസ്രായേലിനെ സഹായിക്കുന്നതിന് പകരം ദ്രോഹിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നതാണ്. റഫേൽ ആക്രമണങ്ങൾ നടത്തുന്ന നെതന്യാഹുവിനെതിരെ ബൈഡൻ തുറന്നടിക്കുകയും ചെയ്തു. ഗാസയുടെ ഭാഗത്തുനിന്നുള്ള സിവിലിയന്മാരെ ഒഴിപ്പിക്കാൻ ഒരു വഴി കണ്ടെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. ചില ഉന്നത ഹമാസ് നേതാക്കൾ ഗാസയിൽ ഒളിച്ചിരിക്കുന്നതായും യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏകദേശം 12,000 ഹമാസ് തീവ്രവാദികളെ കൊന്നതായും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇത്തരമൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇസ്രായേൽ അതിർത്തികൾ ഭേദിച്ചുവന്ന ഹമാസിനെതിരെ പ്രത്യാക്രമണം നടത്തിക്കൊണ്ട് ഇസ്രായേൽ രംഗത്ത് വരികയായിരുന്നു. ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചതോടെ പിന്നെ ഉഗ്ര പോരാട്ടമായിരുന്നു ലോകം കണ്ടത്. ഗാസ ലക്ഷ്യമിട്ട് ഇസ്രായേലിൽ നിന്ന് മിസൈലുകളും ബോംബർ വിമാനങ്ങളും ആകാശത്ത് വട്ടമിട്ട് പറന്നു. ഭീകരർ ഒളിച്ചിരിക്കുന്നതെന്ന് തോന്നിയ സകല സ്ഥലങ്ങളിലും ഇസ്രായേൽ ഒരു ലക്കും ലഗാനുമില്ലാതെ ബോംബിട്ട് നശിപ്പിച്ചു, മിസൈൽ വർഷിച്ചു. 100 കണക്കിന് പേരാണ് ഓരോ ദിവസവും ഗാസയിൽ മരിച്ചു വീണത്. ഇസ്രായേലിന്റെ ആക്രമണം ശത്രുവിനെ ലക്ഷ്യമിട്ടപ്പോൾ ജീവൻ പോയത് നിരവധി സാധാരണ പലസ്തീൻകാർക്ക് കൂടിയായിരുന്നു. ഹമാസിനെ തുരത്താതെ ഇനി ഉറക്കമില്ലെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേലും പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ഓരോ ദിവസവും ആക്രമണം കടുപ്പിക്കുക മാത്രമായിരുന്നു. ഈ മാസം 7-ാം തീയതി യുദ്ധം തുടങ്ങി 5 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ ഇസ്രായേലും ഹമാസും ഏറ്റുമുട്ടിയതിൽ വച്ച് ഏറ്റവും രക്തരൂക്ഷിതമാണ് ഈ യുദ്ധം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഗാസയിലെ ഹമാസിനെ വകവരുത്തുമെന്ന പ്രഖ്യാപനം അന്വർത്ഥമാക്കും പോലെയാണ് യുദ്ധത്തിന്റെ ബാക്കി പത്രം അരങ്ങേറുന്നത്. ഇതുവരെ മരണം 30,000-ത്തിലധികം കടന്നതായാണ് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കനുസരിച്ച് 30,410 പേർ കൊല്ലപ്പെട്ടതായതാണ് വ്യക്തമാക്കുന്നത്. 71,700 പേർക്ക് പരിക്കേറ്റതായും ഗാസ ഹെൽത്ത് മിനിസ്ട്രിയുടെ കണക്കുകളിൽ പറയുന്നുണ്ട്. സാധാരണ പ്രദേശങ്ങളിൽ വീണ ബോംബുകളിലും മിസൈലുകളിലും നിരവധി ഗാസൻ ജനങ്ങളാണ് മരിച്ചു വീണത്. പിന്നാലെ ആക്രമണം സ്കൂളുകളും ആശുപത്രികളും ലക്ഷ്യമിട്ടായി. ഇതിന് വ്യക്തമായ കാരണം ചൂണ്ടിക്കാട്ടാൻ ഇസ്രായേലിന്റെ പക്കലുണ്ടായിരുന്നു. ഹമാസ് ഭീകരർ സാധാരണ ഗാസൻ ജനതയ്ക്കൊപ്പം വേഷം മാറി കഴിയുന്നു എന്നാണ് ഇസ്രായേൽ ആരോപിച്ചത്. ആക്രമണം കനത്തപ്പോൾ ഭീകരർ ആശുപത്രിക്കുള്ളിലേക്ക് താവളം മാറ്റിയെന്നും ആശുപത്രിക്കുള്ളിലേക്ക് തുറക്കുന്ന തുരങ്കങ്ങളിലുണ്ടെന്നും ഇസ്രായേൽ പറയുകയുണ്ടായി. ആദ്യം ലോകം ഇതെല്ലാം വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടെങ്കിലും ഗാസയിൽ കടന്നു എന്ന ഇസ്രായേലി സൈന്യം ഇതെല്ലാം സത്യമാണെന്ന് ലോകത്തെ അറിയിച്ചു കൊടുക്കുകയായിരുന്നു. ഓരോ തെളിവുകൾ നിരത്തിയാണ് അവർ അത് കാണിച്ചു കൊടുത്തത്. കഴിഞ്ഞ ദിവസം UN സംഘം എത്തിച്ചു നൽകിയ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്നവർക്ക് നേരെ ഇസ്രായേൽ വെടിവെച്ചിരുന്നതായി പറയുന്നുണ്ട്. 100-ലേറെ പേർ ഈ സംഭവത്തിൽ മരിച്ചു വീണു. ഇതാണ് ഒടുവിലെ ഏറ്റവും വലിയ മനുഷ്യക്കുരുതി എന്ന് പറയുന്നത്. എന്നാൽ വെടിവയ്പ്പിലാണ് ഇത്രയധികം പേർ മരിച്ചതെന്ന വാദം തള്ളുകയാണ് ഇസ്രായേൽ. ഭക്ഷണം വാങ്ങാനുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് ഭൂരിഭാഗം മരണങ്ങളെന്നും ജനക്കൂട്ടം അക്രമാസക്തമാകുമെന്ന് കണ്ടപ്പോൾ മാത്രമാണ് വെടിവെച്ചതെന്നുമാണ് ഇസ്രായേലി സേനയുടെ വിശദീകരണം. എന്തായാലും സംഭവത്തെ അറബ് രാജ്യങ്ങളും US കടുത്ത ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പദ്ധതിയിട്ടതുപോലെ ഗാസ സിറ്റി ഏതാണ്ട് പൂർണ്ണമായും 5 മാസം കൊണ്ട് ഒരു കോൺക്രീറ്റ് കൂനയായി കഴിഞ്ഞിട്ടുണ്ട്. ഗാസയിലെ ശേഷിച്ച താമസക്കാരിൽ ഭൂരിഭാഗവും നാടുവിട്ടു. കെട്ടിടങ്ങളും മറ്റും നശിച്ചു വീണിട്ടും ഗാസൻ ജനത ഇവിടെ നിന്ന് പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇസ്രായേലിന്റെ മുന്നും പിന്നും നോക്കാതെയുള്ള യുദ്ധത്തിൽ വിമർശനങ്ങളും ഉയർന്നത് ഇങ്ങനെയാണ്. ഇതിനേക്കാൾ ഗുരുതരമാണ് ഗാസയിലെ ജനങ്ങൾ മുഴുപട്ടിണിയിലാണെന്ന കാര്യം പുറത്തു വന്നത്. UN എത്തിക്കുന്ന സഹായ വസ്തുക്കൾ ഗാസയിലെ 10-1 പേർക്ക് പോലും തികയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സഹായ വാഹനങ്ങൾ എത്തുമ്പോൾ വലിയ തിക്കും തിരക്കും ഉണ്ടാകുന്നത്. ഒക്ടോബർ 7 ഹമാസുകാർ ബന്ദികളാക്കിയ 250ഓളം പേരിൽ എത്ര പേർ ജീവനോടെ ബാക്കിയുണ്ടെന്ന കാര്യത്തിൽ വലിയ ആശങ്ക ഇപ്പോഴുമുണ്ട്. 120 പേരെ മോചിപ്പിച്ചിരുന്നു.
ശേഷിച്ച 130ഓളം പേരിൽ 31 പേർ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ളവർ ജീവനോടെയുണ്ടോ എന്ന് വ്യക്തമാക്കാൻ ഇതുവരെ ഹമാസ് തയ്യാറായിട്ടില്ല. ഇവരുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഇസ്രായേൽ ആവശ്യപ്പെടുമെന്നും ഉറപ്പാണ്. അതിനിടെ റമദാൻ കാലം കണക്കുകൂട്ടി വെടിനിർത്തലിനുള്ള ശ്രമങ്ങളിലാണ് അറബ് രാജ്യങ്ങൾ. ഖത്തർ മുൻകൈയെടുത്ത് ഇസ്രായേലിനും ഹമാസിനുമിടയിൽ ഒരു ധാരണ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇസ്ലാം മതവിശ്വാസങ്ങളെ സംബന്ധിച്ച് പുണ്യവ്രതമാസമായതിനാൽ 6 ആഴ്ചത്തേക്ക് യുദ്ധം നിർത്തിവെക്കാനുള്ള സമ്മർദ്ദം ഇസ്രായേലിനുമേൽ അറബ് രാജ്യങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനായുള്ള ചർച്ചകളും അവസാന ഘട്ടത്തിലാണ്. UN-ഉം ചില വിദേശ രാജ്യങ്ങളും ഗാസയിൽ ആശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. അതേസമയം ഗാസയിലേക്കുള്ള വഴികളിൽ പലതും ഇസ്രായേൽ അടച്ചിരിക്കുകയാണ്. അതുകൂടാതെ കടുത്ത നിയന്ത്രണവും ഏർപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും പുണ്യ റമദാൻ മാസത്തിൽ യുദ്ധം തുടരില്ലെന്ന പ്രതീക്ഷയാണ് അറബ് ലോകം വച്ചു പുലർത്തുന്നത്. യുദ്ധം തകർത്തുകളഞ്ഞ് ഭൂമിയിൽ ശേഷിക്കുന്ന സാധാരണ പലസ്തീനുകാർ അത് ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ വലിയ ആശങ്കയ്ക്കും ഇസ്രായേലിന് നൽകുന്നുണ്ട്. 6 ആഴ്ചയൊക്കെ സമയം നൽകിയാൽ ഹമാസുകാർ വീണ്ടും കരുത്താർജിക്കാൻ ശ്രമിക്കുമോ എന്നതാണ് അത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയെല്ലാം സമ്മർദ്ദമുണ്ടെങ്കിലും വെടിനിർത്തൽ എന്ന ആവശ്യത്തോട് ഇസ്രായേൽ പൂർണ്ണമായി സഹകരിക്കുമോ എന്നത് വരും നാളുകളിൽ കണ്ടറിയുക തന്നെ വേണം. അതിനിടെയാണ് ഏപ്രിൽ അവസാനത്തോടെ യുദ്ധം അവസാനിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന് വ്യക്തമാക്കി നെതന്യാഹു തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം യുദ്ധം നിർത്തിയാൽ പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണത്തിനും ശമനമുണ്ടായേക്കുമെന്നും ലോക വ്യാപാര മേഖല കരുതുന്നുണ്ട്. ഇസ്രായേൽ ഹമാസ് പോരാട്ടം 3 മാസം പിന്നിടുമ്പോഴാണ് ഗാസയ്ക്കും പലസ്തീനും വെസ്റ്റ് ബാങ്കിനുമെല്ലാം പുറമെ ചെങ്കടൽ കൂടി ലോകശ്രദ്ധ നേടിയത്. യുദ്ധത്തിൽപ്പെട്ടിരുന്ന പലസ്തീൻ ഗാസ നിവാസികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചില്ലെങ്കിൽ ഇസ്രായേലിലേക്കുള്ളതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കുമെതിരെയും ആക്രമണമുണ്ടാകുമെന്നാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. മാത്രമല്ല യുദ്ധം തീരുന്നതുവരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുമെന്നും അറിയിച്ചിരുന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കപ്പൽപാതയായ ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്ന കപ്പലുകളുടെ വഴിമുടക്കൽ ലോകത്തെ തന്നെ ഒന്നാകെയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ, കപ്പൽ പിടിച്ചിറക്കൽ എന്നിവയെല്ലാം തുടങ്ങിയതോടെ ലോകത്തിലെ പല വമ്പൻ കമ്പനികളും ഇതുവഴിയുള്ള ഷിപ്പിംഗ് യാത്ര നിർത്തിവച്ചിട്ടുണ്ട്. ഇത് ചരക്ക് നീക്കത്തെ അടക്കം ബാധിക്കുകയും വിലക്കയറ്റമടക്കമുള്ള പ്രതിസന്ധിയിലേക്കും നയിക്കുന്നുണ്ട്. യുദ്ധം തുടങ്ങിയ ശേഷം കഴിഞ്ഞ നവംബർ 19-നാണ് ആദ്യമായി ഇസ്രായേലി കപ്പൽ പിടിച്ചെടുത്തതായി ഹൂതികൾ അറിയിച്ചത്. കപ്പലുകൾ പിന്നീട് ഇവരുടെ പ്രധാന കേന്ദ്രമായ യമൻ തീരത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ ബ്രിട്ടൻ്റെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പൽ ഹൂതികൾ തട്ടിയെടുത്തതാണ് അന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നത്. ഇറാനാണ് ഹൂതികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്നും കപ്പൽ പിടിച്ചടക്കലും ആക്രമണവും ഇറാൻ്റെ ഭീകരവാദ പ്രവർത്തനത്തിന് ഉദാഹരണമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആരോപിച്ചുവെങ്കിലും കപ്പലുകൾക്കെതിരെ ഹൂതികളുടെ ആക്രമണം തുടരുക തന്നെയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾക്ക് ചെങ്കടലിൽ വെച്ച് ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് പോരാട്ടം തുടങ്ങിയത് മുതൽ 30-ലധികം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞു. ചെങ്കടലിൽ ഹൂതികൾ ചരക്ക് കപ്പലുകൾക്കെതിരെ ആക്രമണം തുടങ്ങിയതോടെ ഇതിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട്. ഇത് ഇറാൻ നിഷേധിക്കുകയാണ് ചെയ്തത്. കപ്പലുകൾക്കെതിരെ ആക്രമണം കനത്തതോടെ ഇവയെ സംരക്ഷിക്കാനായി UK, കാനഡ, ഫ്രാൻസ്, ബഹ്റൈൻ, നോർവേ, സ്പെയിൻ എന്നിവരടക്കം 20ഓളം രാജ്യങ്ങളുടെ പ്രതിരോധ സഖ്യത്തെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ രാജ്യങ്ങൾ എത്തണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഈ ആവശ്യം ഉന്നയിച്ച് 40 രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി എൽ ലോയ്ഡ് ചർച്ചയും നടത്തുകയുണ്ടായിട്ടുണ്ട്.